ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 2 ഓഫ് 30 ഡേ ചലഞ്ച്. അങ്ങനെ നമ്മൾ ഡേ 2 എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കട്ടൻ കാപ്പി കുടിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ രാവിലെ തന്നെ നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കോസ്റ്റ്യൂം ഒരു ബൊട്ടീക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തു. ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ആളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അതൊക്കെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് ഞാൻ ചുമ്മാ കിച്ചണിലോട്ട് പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, എന്തായാലും ഇന്ന് വീക്കെൻഡാണ്, നിനക്ക് പണിയൊന്നും ഇല്ലാതിരിക്കുവാണ്, കുറച്ച് പണിയെങ്കിലൊക്കെ എടുക്കാൻ പറഞ്ഞു. എനിക്ക് സേമിയ തന്നിട്ട് ഇന്ന് പായസം വെക്കുവാണ്. അപ്പം അതുകൊണ്ടത് ഈക്വലായിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരേ ലെങ്ത് അരയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ അതൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പൊട്ടിക്കുമായിരുന്നു. ഒരു 1.5 പാക്കറ്റ് സേമിയ എല്ലാവർക്കും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പൊട്ടിച്ചു കൊടുത്തു. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു ഉച്ചയ്ക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. ഉച്ച വരെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരാപ്പാരൊക്കെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ പൊട്ടിച്ചെടുത്ത സേമിയൊക്കെ അടിപൊളിയായിട്ട് സേമിയ പായസമൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ ബിഗ് ബോസൊക്കെ സേമിയ പായസമൊക്കെ കുടിച്ച് ബിഗ് ബോസൊക്കെ കണ്ട് തീരാറായല്ലോ. അതുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു റെനി ഒരു ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂ വന്നു. അപ്പോൾ ആൾ ശരിക്കും ആളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നൊക്കെ വിചാരിച്ച് പറ്റിക്കാന്നൊക്കെ വിചാരിച്ച് നമ്മളിരുന്നത്. റെനിയുടെ അതൊക്കെ ആ പെട്ടിക്കകത്ത് ഷൂ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണമായിരുന്നു. അത് തുറന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും റെനിയുടെ ബൈക്ക് സർവീസ് ചെയ്യാൻ കൊടുത്തത് വാങ്ങാനായിട്ട് KTM പോയി. തിരിച്ച് വന്നപ്പോൾ ഓൾറെഡി വീട്ടിൽ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരിങ്ങനെ സ്നാക്സൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് ചായയും സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. ലോൺ ചേച്ചിയും ലോത്തൊക്കെ വന്നു. അവരും ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. ഒരു 3 ടീഷർട്ടൊക്കെ ആൾക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ആ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ലുലു പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പം അവിടുന്ന് റാൽഫിൻ്റെ വീട്ടിൽ നിന്നും ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ലുലുവിൽ പാരഗണിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ആക്ച്വലി ഒരു 1.5 മണിക്കൂറോളം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷൂസ് നോക്കാമെന്ന് പറഞ്ഞു, ബർത്ത്ഡേ ഗിഫ്റ്റിന് വേണ്ടി ഷൂസ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അഡിഡാസിൽ പോയി. പിന്നെ അസിക്സിൽ പോയി. അസിക്സിൽ എനിക്കൊന്ന് ഒരു കളറ് സെറ്റായി. അത് തേഴ്സ്ഡേ എന്നോ വരും എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളെടുത്ത ടോക്കൺ പാരഗണിൽ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പാരഗണിൽ വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എനിക്കതൊരു 10 മണിയൊക്കെ ആയി നമുക്ക് സ്ലോട്ട് കിട്ടിയപ്പോൾ രാത്രി. അപ്പോൾ ആ സമയത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീടെത്തി. ഫുൾ ഞാൻ പറഞ്ഞില്ലേ പണി നടക്കുമായിരുന്നു. അപ്പോൾ ഫുൾ പൊടിയൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ ബെഡിൽ ഫുൾ പൊടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് നമ്മൾ കിടക്കാനുള്ള സമയമായിട്ട്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.